ഒരു നാടിനെ അറിവിൻ്റെ വഴിയിലൂടെ കൈപ്പിടിച്ചു നടത്തുന്ന ചെറുവായൂരിലെ ഏക വിദ്യാലയം മൈന AM-UP സ്കൂളിൻ്റെ 77ാമത് വാർഷികാഘോഷം ഏപ്രിൽ 1-2 തീയതികളിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 2 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് അഷ്റഫ് പാറോട്ട് അധ്യക്ഷത വഹിക്കും. കൊണ്ടോട്ടി AEO ഷൈനി ഓമന വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ TK അബ്ദുൽ ബാരി മാസ്റ്റർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തും. വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആരിഫ കണ്ടാംതൊടി മുഖ്യാതിഥിയായി പങ്കെടുക്കും. മൈന സ്കൂളിൻ്റെ 77ാം വാർഷികവും ഹെഡ്മാസ്റ്റർ ബാരി മാസ്റ്ററുടെ യാത്രയപ്പുമാണ് ഏപ്രിൽ 1-2 തീയതികളിൽ മൈന സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഏപ്രിൽ 1-ാം തീയതി 4 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതിനുശേഷം 6 മണിക്ക് പൂർവ്വ അധ്യാപക സംഗമവും അവരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുന്നതാണ്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഉയർന്ന നിലയിലുള്ളവരെ ആദരിക്കുന്ന ചടങ്ങും അന്ന് തന്നെ നടക്കുന്നതാണ്. അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അതിനുശേഷം ഗസൽ സന്ധ്യയും നടക്കുന്നതാണ്. പിറ്റേന്ന് ഏപ്രിൽ 2-ാം തീയതി അംഗൻവാടി കുട്ടികളുടെ പരിപാടി 6 മണിക്ക് തുടങ്ങുകയും അതിനുശേഷം 8 മണിക്ക് ബാരി മാസ്റ്ററുടെ യാത്രയപ്പ് സമ്മേളനവും നടക്കുന്നതാണ്. 9 മണിക്ക് ശേഷം കുട്ടികളുടെ കലാപരിപാടികളും ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. ചെറുവായൂർ മൈന AM-UP സ്കൂളിൻ്റെ 77ാം വാർഷികമാണ് ഈ വരുന്ന ഏപ്രിൽ 1-2 ബുധൻ വ്യാഴം തീയതികളിൽ നടക്കുന്നത്. പ്രദേശത്തെ ഏക പൊതു കലാലയമാണ് മൈന സ്കൂൾ. അവിടെ പഠിപ്പിച്ച് റിട്ടയർഡ് ആയിട്ടുള്ള ഏകദേശം 50-ൽ പരം അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. വളരെ വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളിൽ തന്നെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച എഞ്ചിനീയറിംഗ് മേഖലകളിലും ഹെൽത്ത് കെയറിലും ഡോക്ടേഴ്സ് വിഭാഗത്തിലും ചലച്ചിത്ര രംഗത്തുമൊക്കെ ഉയർന്ന വ്യക്തികളെ ആദരിക്കുന്നുണ്ട്. ഏകദേശം 19ഓളം പേരെ ഈ ഒരു പരിപാടിയിൽ ആദരവ് നൽകുന്നുണ്ട്. വളരെ വലിയൊരു ഫുഡ് ഫെസ്റ്റും പ്രോഗ്രാമിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗസൽ സന്ധ്യ, ഗാനമേള, LP UP കലോത്സവം, അംഗൻവാടി കലോത്സവം, നഴ്സറി കലോത്സവം തുടങ്ങി 500-ൽ പരം കലാകാരന്മാർ കുട്ടികൾ അണിനിരക്കുന്ന വളരെ വിപുലമായ കലാപരിപാടികളും ഈ പരിപാടിയോടനുബന്ധിച്ചുണ്ട്. പ്രദേശത്തുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരും അഭ്യകാംക്ഷികളും ഒക്കെ ഈ പരിപാടിക്ക് വന്ന് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ ഈ സ്കൂളിൽ പഠിച്ചു പോയ എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലും പ്രവാസി സംഗമത്തിലുമൊക്കെ പങ്കെടുത്ത് വളരെ വലിയൊരു പ്രോഗ്രാമാക്കി ഇതിനെ മാറ്റിത്തരണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK നൌഷാദ്, വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ പുഷ്പ, കൊണ്ടോട്ടി BPCM അനീഷ് കുമാർ, വിദ്യാലയ വികസന സമിതി ചെയർമാൻ ഡോക്ടർ P അബ്ദുൽ ജലീൽ, സ്കൂൾ മാനേജർ U ഹാരിസ്, വാർഡ് മെമ്പർമാർ, MTA പ്രസിഡന്റ് സൗജത്ത് റഹ്മാൻ എന്നിവർ സംസാരിക്കും. പ്രധാനാധ്യാപകൻ TK അബ്ദുൽ ബാരി മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തും. സ്വാഗത സംഘം ജനറൽ കൺവീനർ ഫാത്തിമത്ത് സുഹറ ചോലയിൽ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സഫിയ കാരാട്ട് നന്ദിയും പറഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏപ്രിൽ 1 വൈകിട്ട് 4 മുൻ പ്രധാനാധ്യാപകൻ MP അബ്ദുൽ അലി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ അബ്ദുൽ ജലീൽ വിഷയാവതരണം നടത്തും. PTA പ്രസിഡന്റ് അഷ്റഫ് പാറോട്ട് അധ്യക്ഷത വഹിക്കും. PTA വൈസ് പ്രസിഡന്റ് മൻസൂർ കണ്ടാമാട്ടിൽ നന്ദിയും പറയും. പ്രവാസി സംഗമം 6 മണിക്ക് സ്കൂൾ മാനേജർ ഡോക്ടർ U ഹാരിസ് ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടനുബന്ധിച്ച് 40 പൂർവ്വാധ്യാപകരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 19 പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിക്കും. 1-ാം തീയതി വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ സ്കൂൾ അങ്കണത്തിൽ ഒരുക്കുന്ന മൈനാസ് തക്കാരം ഫുഡ് ഫെസ്റ്റ് നാടൻ വിഭവങ്ങളുടെ രുചിമേളയാകും. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ഹിഷാം അങ്ങാടിപ്പുറം നയിക്കുന്ന ഗാനമേള, ഗസൽ സന്ധ്യ എന്നിവയും അരങ്ങേറും. വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ചിരാഗ് സപ്ലിമെന്റ് PTA പ്രസിഡന്റിന് നൽകി സ്കൂൾ മാനേജർ പ്രകാശനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ ഫാത്തിമത്ത് സുഹറ ചോലയിൽ, PTA പ്രസിഡന്റ് അഷ്റഫ് പാറോട്ട്, PTA വൈസ് പ്രസിഡന്റ് മൻസൂർ കണ്ടമാട്ടിൽ, MTA പ്രസിഡന്റ് സൗജത്ത് റഹ്മാൻ, വിദ്യാലയ വികസന സമിതി ചെയർമാൻ ഡോക്ടർ P അബ്ദുൽ ജലീൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് 10 എടവണ്ണപ്പാറ.
വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.